ദ ജേർണലിസ്റ്റിലേക്ക്. ഇസ്രായേൽ അതിശക്തമായ ആക്രമണ പരമ്പരകൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലെബനനെ നാമാവശേഷമാക്കുന്ന വിധത്തിലുള്ള വ്യോമാക്രമണമാണ് കഴിഞ്ഞ രാത്രിയിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള മരണസംഖ്യ 560 കടന്നിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി ലെബനൻ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ കുതിച്ചുയരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ലെബനൻ വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേലും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു. അതായത് യുദ്ധം മുറുകുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി ഇസ്രായേലും ഹമാസും എന്ന നിലയിലാണ് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം നിലനിന്നിരുന്നതെങ്കിൽ അതിപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലും എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഹിസ്ബുള്ളയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണ പരമ്പരയിൽ വലിയ നഷ്ടം ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കൊല്ലപ്പെട്ടവരിലേറെയും ഹിസ്ബുള്ളയുടെ അംഗങ്ങളോ കമാൻഡർമാരോ ഒക്കെയാണ്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നവരാണ്, ഹിസ്ബുള്ളയ്ക്ക് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കി കൊടുത്തവരാണ് എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് കമാൻഡർ ഇബ്രാഹിം കൊമൈദി കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നത് ഒരു വിജയമായി ഇസ്രായേൽ പറയുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ഇസ്രായേലിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വശത്ത് ഇറാൻ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയും ശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ള അത് നടപ്പാക്കിയും കഴിഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ ഏതാണ്ട് 200ഓളം റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടു. ഒരുപക്ഷെ ആദ്യമായി ഹിസ്ബുള്ള നടത്തുന്ന ഇത്രയും വലിയ ഒരു റോക്കറ്റ് ആക്രമണത്തിൽ കൂടുതൽ റോക്കറ്റുകളും ഇസ്രായേലിന്റെ മണ്ണിൽ വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് 50 റോക്കറ്റുകൾ, ഇസ്രായേലിന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ ഭൂമിയിൽ, ഇസ്രായേലിന്റെ മണ്ണിലേക്ക് വീണു. അതായത് അയൺ ഡോമുകളെ അതിജീവിക്കുന്ന വിധത്തിൽ ഏതാണ്ട് 50ഓളം മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിനുള്ളിലേക്ക് പതിപ്പിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇസ്രായേലിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ചില വീഡിയോകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു. അതായത് ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയപാതയിലേക്ക് ഹിസ്ബുള്ള അയച്ച മിസൈലുകൾ വീഴുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു. ഇത് കണ്ട് ദേശീയപാതയിൽ വാഹനം നിർത്തി ഇസ്രായേലിലെ ജനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുകയാണ്, അവർ നിലവിളിക്കുകയാണ്, അവർ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഇസ്രായേലിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഇപ്പുറത്ത് നിന്ന് ഹിസ്ബുള്ള തുടങ്ങിയിരിക്കുന്നു, അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ നിരന്തരമായി ലെബനനിലൂടെ റോന്തു ചുറ്റുന്നു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് നിരന്തരമായി ബോംബുകൾ വർഷിക്കുന്നു, അവിടങ്ങൾ തകർത്ത് കളയുന്നു. ഒറ്റയടിക്ക് 1300ഓളം കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണത്തെ തുടർന്ന് 560ലധികം ആളുകൾ മരിക്കുന്നു, 1500ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നു. തൊട്ടു പിന്നാലെ 100,000-ലധികം ആളുകൾ വീടുകളിൽ നിന്ന് കൂട്ടപലായനം ചെയ്യുന്നു. സ്വന്തം രാജ്യത്ത് എവിടെ പോയി നിൽക്കുമെന്ന അറിയാത്ത ഭീതിയിൽ സാധാരണക്കാരായ ലെബനനിലെ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ലെബനൻ സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലെ ക്യാമ്പുകൾ തുറക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അഭയാർത്ഥി കേന്ദ്രങ്ങളായി അതിനെ ഉയർത്തിക്കാട്ടുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങൾ പല മേഖലകളിലും തലങ്ങും വിലങ്ങും ബോംബിംഗ് നടത്തുകയാണ്. ആദ്യ ദിവസം ഏതാണ്ട് 560ലധികം പേർ കൊല്ലപ്പെട്ടുവെങ്കിൽ രണ്ടാം ദിവസം നടന്ന ആക്രമണത്തിൽ മരണസംഖ്യ അത്രയും ഉയർന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെ ആക്രമണം കടുപ്പിക്കുക എന്ന അജണ്ടയിലേക്ക് ഹിസ്ബുള്ളയും അതുപോലെ ഇറാനും എത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിലും ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ, പരിഭ്രാന്തി ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ളയെ ഒറ്റയടിക്ക് തീർക്കുമെന്ന നിലയിലേക്ക് വലിയ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയതിനു പിന്നാലെയും ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു. അത് ഇസ്രായേലിലെ ജനങ്ങളെ ഭയചകിതരാക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല. നിരന്തരമായ ആക്രമണങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയതിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി ബോംബുകൾ വർഷിച്ചതിലൂടെയോ ഒന്നും ഹിസ്ബുള്ളയുടെ
പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യാക്രമണം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് തെളിവാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ മണ്ണിലേക്കുണ്ടായ ആക്രമണം എന്ന് മാത്രമല്ല, ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഹിസ്ബുള്ള ഒറ്റയ്ക്കാണെന്ന് കരുതരുത്, ഇസ്രായേൽ ഇനിയും ഹുങ്കുമായി രംഗത്തെത്തിയാൽ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും, തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ പരിശീലനത്തിൽ വളർന്നു വന്ന ഒരു സംഘടനയാണ്, ഒരു ഗ്രൂപ്പാണ്. ഹമാസിനെ പോലെ അംഗസംഖ്യയിൽ ചെറുതായ ഒരു സംഘടന അല്ലെങ്കിൽ ആയുധബലത്തിൽ താരതമ്യേന ചെറുതായ ഒരു ഗ്രൂപ്പ് അല്ല ഹിസ്ബുള്ള. ഇറാന്റെ നേരിട്ടുള്ള പരിശീലനം നേടിയിട്ടുണ്ട്, ഇറാന്റെ നേരിട്ടുള്ള എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ട്, ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ എത്തുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അംഗസംഖ്യ വളരെ കൂടുതലാണ്. അതിലും ഉപരിയായി ഇസ്രായേലുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ലെബനനിലാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കാൻ ശക്തമായി ഇറങ്ങുകയാണെങ്കിൽ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ചെറുതായിരിക്കില്ല. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ചേർന്നിരുന്നു. അതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത് ഇസ്രായേൽ ഭീകരതയാണ് നടത്തുന്നത് എന്നും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത ആളുകളോട് നെതന്യാഹു പറഞ്ഞത്, ഗ്യാരേജിൽ റോക്കറ്റും ലിവിംഗ് റൂമിൽ മിസൈലും സൂക്ഷിക്കുന്നവരോട് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ വീട് തന്നെ ബാക്കി ഉണ്ടാകില്ല എന്നാണ്. അത്രയും രൂക്ഷമായ രീതിയിലാണ് നെതന്യാഹു ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത്. അതായത് ഹിസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായ ആക്രമണം ഇനിയും ഉണ്ടാകും എന്ന് നെതന്യാഹു പറയുമ്പോൾ, മറുവശത്ത് ഇറാൻ പറയുന്നത് ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല എന്ന കാര്യം ഇസ്രായേൽ മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിൽ ഇനിയും അഹങ്കാരം കാണിച്ചാൽ ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഹിസ്ബുള്ള ഇതിനു മുമ്പ് അവരുടെ തുരങ്കങ്ങളുടെ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അത് വലിയ നീളത്തിലുള്ള വലിയ തുരങ്കങ്ങളാണ്. ആ തുരങ്കങ്ങൾ ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നുണ്ടോ, ഇസ്രായേലിനുള്ളിലേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇസ്രായേലിനില്ല. എന്ന് മാത്രമല്ല, ഈ വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ ലോഡ് കണക്കിന് ആയുധങ്ങളുമായി വലിയ ട്രക്കുകൾ ഈ തുരങ്കങ്ങൾക്കകത്തുകൂടി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളുടെയും സ്പൈ ദൃശ്യങ്ങൾ അതും ഹിസ്ബുള്ള മുമ്പ് പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് കയറി ആക്രമിക്കും എന്ന് ഹിസ്ബുള്ള പറഞ്ഞ വാക്കുകളും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനും ശക്തമായി തന്നെ ഞങ്ങൾ മുട്ടുമടക്കില്ല എന്ന രീതിയിലേക്ക് രംഗത്തിറങ്ങുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഭീതി ഇസ്രായേലിന് വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള കരയുദ്ധ മാർഗങ്ങളുമായി ഇസ്രായേൽ രംഗത്ത് വരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ തുരങ്കങ്ങളൊക്കെ ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കുന്ന, തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകമായിരിക്കും. എന്തായാലും ഹിസ്ബുള്ളയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വലിയ ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ അടക്കം കൊന്നിട്ടും ഇസ്രായേലിന് തിരിച്ചടി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധം മുറുകിയാൽ അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കും. സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ ഗസയിൽ കൊല്ലപ്പെട്ടതുപോലെ ലെബനനിൽ കൊല്ലപ്പെടും. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകും. അത് ഇസ്രായേലിലെ സാധാരണക്കാരും മരിക്കുന്നതിന് കാരണമാകും. അതായത് യുദ്ധത്തിൻ്റെ കെടുതികൾ വർദ്ധിക്കുന്ന വിധത്തിൽ യുദ്ധം കൊണ്ടുണ്ടാകുന്ന ഇത്തരം സാധാരണക്കാരുടെ മരണങ്ങൾ, അപലപനീയമായ അത്തരം മരണങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ ഈ യുദ്ധം വ്യാപിക്കുകയാണ്. ഇസ്രായേലിന് ഏകപക്ഷീയമായി വിജയിച്ചു നിൽക്കാൻ കഴിയുന്നു എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. കാരണം ഇത്ര വലിയ ആക്രമണം നടത്തിയിട്ടും ഹിസ്ബുള്ളയോ ഇറാനോ ഭയക്കുകയോ പിന്മാറുകയോ ചെയ്തിട്ടില്ല. തിരിച്ചടിക്കുക തന്നെ ചെയ്യുകയാണ് അവർ. തിരിച്ചടി ഇനിയും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല എന്ന് ഇറാൻ പറഞ്ഞ് ഇറാൻ കളത്തിൽ ഇറങ്ങുക കൂടി ചെയ്തതോടെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.